ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ അനുസരണക്കേട് എന്ന് പറയുന്നൊരു വിഷയത്തെ നമ്മൾ വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇസ്രായേൽ ഒരു വളരെ മഹത്തരമായ ഒരു രാജ്യമാണ്. ഈ ഭൂമിയിൽ ഏകദേശം 4000 വർഷങ്ങളായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്, ഒരു ജനതയാണ് ഇസ്രായേൽ അഥവാ യഹൂദന്മാരെന്ന് പറയുന്നത്. എന്നാൽ അവരുടെ അനുസരണക്കേട് എന്ന് പറയുന്നത് പ്രശസ്തമാണ്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേൽ അത് മനസ്സിലാക്കുന്നില്ല. അവർ ഒരു അനുസരണക്കേടിലാണ് ജീവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ദൈവം ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ഒരു രാജ്യമായി, ഒരു ജനതയായി അവരോട് ഒരു ബന്ധം വ്യക്തിപരമായി അല്ലെങ്കിൽ രാജ്യമായി തുടങ്ങിയിട്ട് ഏകദേശം 4000 വർഷങ്ങൾക്ക് അപ്പുറമായി ദൈവം അവരോട് ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ആ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു പരിധിവരെ അതൊരു അൺകണ്ടീഷണലാണ്. കണ്ടീഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം അതിനകത്ത് ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്നുള്ളതല്ല. ഉത്തരവാദിത്തങ്ങളുള്ള, അധികം പ്രിവിലേജസ് ഉള്ള, സവിശേഷമായ അധികാരങ്ങളും അവകാശങ്ങളും ബ്ലെസ്സിങ്ങുകളുമുള്ള ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ദൈവം നേരിട്ട് ഇസ്രായേലിനോട് ചെയ്തിരുന്നു. ആ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എന്തിനു വേണ്ടിയാണ് ഈ ഒരു ജനതയെ ദൈവം സൃഷ്ടിച്ചത്, എന്തിനു വേണ്ടി, എന്തായിരുന്നു ദൈവത്തിന് അവരോടുള്ള ബന്ധത്തിൽ ആ ഉടമ്പടിയിൽ ഏർപ്പെട്ട സമയത്ത് ദൈവത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ആഗ്രഹം ദൈവത്തോട് പറയുന്നുണ്ട്. മോശ ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെന്ന് യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്, നീ യാക്കോബ് ഗ്രഹത്തോട് പറയുകയും ഇസ്രായേൽ മക്കളോട് അറിയിക്കുകയും ചെയ്യേണ്ടത് എന്തെന്നാൽ, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എൻ്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. ആകയാൽ നിങ്ങൾ എൻ്റെ ഈ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ ഇസ്രായേൽ മക്കളോട് പറയേണ്ട വചനങ്ങളാകുന്നു. ദൈവം അവരോടുള്ള ബന്ധത്തിൽ, ദൈവം എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ കവനൻറ്റിൽ, നിയമത്തിൽ ഏർപ്പെട്ട സമയത്ത് ദൈവം അവരോട് പറഞ്ഞ 3 അനുഗ്രഹങ്ങളായിരുന്നു. ഒന്നാമത്തെ എന്ന് പറയുന്നത് അവർ ഒരു സ്പെഷ്യൽ പൊസഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമ്പത്തായിട്ട് നിലനിൽക്കണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ പുരോഹിതന്മാരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ വിശുദ്ധ ജനമായി, വേർതിരിക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നിൽക്കണം. ഒരു പ്രത്യേക ജനമായി, പുരോഹിത രാജ്യത്വമായി, വിശുദ്ധ ജനമായി ഈ ജനം നിൽക്കുന്നതിനു വേണ്ടിയാണ് ദൈവം അവരോട് ഉടമ്പടി ചെയ്തത്. ഇതൊരു അൺകണ്ടീഷണൽ ഉടമ്പടിയാണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഉടമ്പടിയിൽ നിന്ന് ദൈവം ഇതുവരെയും പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ പല പ്രാവശ്യം ഈ ഒരു ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയെങ്കിലും ദൈവം ഈ ഒരു ഉടമ്പടിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു വിശേഷ ജനമായി, രാജകീയ പുരോഹിതന്മാരായി, അല്ലെങ്കിൽ വിശുദ്ധ ജനമായി വേർതിരിക്കപ്പെട്ടവരായി നിൽക്കുന്നതിന് വേണ്ടിയുള്ള ആ ഉടമ്പടിയിൽ ദൈവം ഇപ്പോഴും നിൽക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ വീണ് പോയാൽ അവർക്ക് അതിൻ്റെ മേൽ പണിഷ്മെൻ്റ് ഉണ്ടെന്ന് ആ ഒരു ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു അൺകണ്ടീഷണൽ നിബന്ധനകളില്ലാത്ത ഉടമ്പടിയാണെങ്കിൽ പോലും അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളോട് കൂടെ തന്നെ അവർക്ക് പ്രിവിലേജസ് നൽകിയിരുന്നു. ഈ പ്രിവിലേജസ് ഉള്ള, സവിശേഷ അധികാരങ്ങളുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പിന്മാറുന്ന സമയത്ത് അവർക്ക് പണിഷ്മെൻ്റ് ഉണ്ടാകും എന്നും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരുന്നു. അനുസരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസാണ്. അനുസരണം എന്ന് പറയുന്ന ആ ഒരു അടിസ്ഥാനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അൺകണ്ടീഷണലായിട്ടുള്ള, നിലനിൽക്കുന്ന, എന്നേക്കും നിലനിൽക്കുന്ന, ദൈവം അത് അൺബൈൻഡ് ചെയ്യുവാൻ താല്പര്യമില്ലാത്ത, നിലനിർത്തിക്കൊണ്ടു പോകുവാൻ താല്പര്യമുള്ള ഒരു മഹനീയമായ ഒരു ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത നിൽക്കുന്നത്. ഈ ഉടമ്പടിയോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്കൊരു ഭൂപ്രദേശം നൽകിയിരുന്നു. ആ ഭൂപ്രദേശത്ത് വെച്ച് ദൈവം അവരെ അനുഗ്രഹിക്കുമെന്ന് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തിരുന്നു. എന്നാൽ ആ വാഗ്ദത്തം മുതൽ ഇന്ന് വരെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവം അവരോട് പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ ഇതുവരെയും ആ ജനത പരിപൂർണമായും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഏകദേശം 4000 വർഷമായി സ്ട്രഗിൾ ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന ആ ഒരു ഉടമ്പടിയിൽ നിലനിന്ന് അതിനെ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുവാനായി ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കാലാകാലങ്ങളിൽ ആ ആഗ്രഹം നിന്നുപോയി. അവരുടെ നിലനിൽപ്പ് അവരുടെ സ്വന്തം കരങ്ങളിലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് രാഷ്ട്രീയമായും സൈനിക ബലം കൊണ്ടും സ്വാധീനം കൊണ്ടും നിലനിന്ന് പോകുവാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അവരുടെ ആത്മീയ ദൃഷ്ടിയിൽ അന്ധത വന്നവരാണ്. അവർക്ക് വീഴ്ച വന്നത് എവിടെയാണെന്നും അവർ എങ്ങോട്ടാണ് പോകുന്നതെന്നും അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നും ഇപ്പോഴത്തെ ജനതയായി ഇസ്രായേൽ ഒരു രാജ്യമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളത്
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഇസ്രയേലിൻ്റെ ചിന്തകൾ മുഴുവനും രാഷ്ട്രീയപരമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരങ്ങളിലാണ് അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. അവർ ആശ്രയിക്കുന്നത് അവരുടെ സൈന്യബലത്തിലാണ്. അവരുടെ തന്നെ റിസോഴ്സുകളിലും സമ്പത്തുകളിലുമാണ്, സ്വാധീനങ്ങളിലുമാണ് അവർ ആശ്രയിക്കുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം അവർക്കൊരു വിടുതലുണ്ടായി, വിമോചനമുണ്ടായി. അവർ പരിപൂർണമായും ഈ ഒരു ഉടമ്പടിയിലേക്ക് മടങ്ങി വരുന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതുവരെയും ഈ ഒരു ജനതയ്ക്ക് ആ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങളുടെ മേലോ ആ പ്രിവിലേജസിൻ്റെ മേലോ അവർക്ക് വന്നെത്തുവാൻ സാധ്യമായിട്ടില്ല. ഇസ്രയേലിൻ്റെ ചരിത്രം മുഴുവനും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ സ്വസ്ഥതയിൽ ദൈവത്തിൻ്റെ ഈ കവനൻറ്റിൽ അവരുടെ ദേശത്ത് പാർത്ത് സമൃദ്ധിയും സ്വസ്ഥതയും സമാധാനവും അനുഭവിച്ച വർഷങ്ങളെന്ന് പറയുന്നത് വളരെ ചെറിയ വർഷങ്ങളാണ്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളും ഒരു രാജ്യമായി, യുണൈറ്റഡ് കിങ്ഡമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ഏകദേശം 120 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന ഒരു കാലഘട്ടം. അതിനകത്ത് ആദ്യമായി അവരെ ഭരിച്ചിരുന്ന രാജാവ് ശൗല്, അതിനുശേഷം ദാവീദ്, അതിനുശേഷം ശലോമോൻ, അതിനുശേഷം ഇസ്രയേൽ 2 രാജ്യങ്ങളായി പിരിയുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു ജനത അവർ 2 രാജ്യങ്ങളായി നിലനിന്നിരുന്നു എങ്കിലും അവരെ യഹൂദന്മാരെന്ന് തന്നെ നമുക്ക് വിളിക്കാം. അവർ കടന്നുപോയ അവരുടെ ആ കഷ്ടപ്പാടുകൾ, അവർ കടന്നുപോയ പ്രവാസങ്ങളും അവരുടെ മേൽ ആധിപത്യം പുലർത്തിയ രാജ്യങ്ങളെയും ഒക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈ ഭൂമിയിലെ ഒരു ജനതയും കടന്നു പോകാത്ത രീതിയിലുള്ള കഷ്ടതകളിലൂടെ കടന്നുപോയൊരു ജനമാണ് ഇസ്രയേൽ മക്കൾ എന്ന് പറയുന്നത്. ആദ്യമായി അവരുടെ മേൽ കരങ്ങൾ വെച്ച രാജ്യം എന്ന് പറയുന്നത് അശൂരിയർ എന്ന് പറയുന്ന, അസീരിയൻസ് എന്ന് പറയുന്ന സാമ്രാജ്യമാണ്. BC 722 അതിനുശേഷം BC 586 ബാബിലോണിയർ അവരെ കൈവശം വെച്ചു. BC 539 പേർഷ്യൻ സാമ്രാജ്യവും BC 332 ഗ്രീക്ക് സാമ്രാജ്യവും അല്ലെങ്കിൽ മാസഡോണിയൻ സാമ്രാജ്യവും അവരെ കൈവശം വെച്ചു. BC 63 മുതൽ AD 320 വരെയുള്ള വളരെ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം റോമൻ സാമ്രാജ്യമായിരുന്നു ഇസ്രയേലിനെ കൈവശപ്പെടുത്തിയത്. 320 മുതൽ 636 വരെയുള്ള വർഷങ്ങളിൽ ബൈസാന്തിയൻ സാമ്രാജ്യം ഇസ്രയേലിനെയും യെരുശലേമിനെയും കൈവശപ്പെടുത്തിയിരുന്നു. 7ാമത്തെ നൂറ്റാണ്ടിൽ അഥവാ 632 മുതൽ 1072 വരെയുള്ള വർഷങ്ങളിൽ അറബികളുടെ, മുസ്ലിങ്ങളുടെ കീഴിലായിരുന്നു ഇസ്രയേൽ ആയിരുന്നത്. 1072 സെൽജൂക്കുകൾ ഇസ്രയേലിനെ കൈവശപ്പെടുത്തി. 1100 ക്രൂസേഡുകാർ യെരുശലേമിനെയും ഇസ്രയേലിനെയും കൈവശപ്പെടുത്തിയ ഒരു ചരിത്രം നമ്മൾ വായിച്ചറിയുന്നുണ്ട്. 1187 സോറാസെന്നുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടര് യെരുശലേമിനെയും ഇസ്രയേലിനെയും കൈവശപ്പെടുത്തി. 1291 മംലൂക്കുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇസ്രയേലിനെ കൈവശപ്പെടുത്തിയതായി ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 1517 മുതൽ 1917 വരെയുള്ള വളരെ ദൈർഘ്യമേറിയ കാലഘട്ടങ്ങളിൽ ഇസ്രയേലിനെ കൈവശപ്പെടുത്തിയത് ഓട്ടോമൻ സാമ്രാജ്യമായിരുന്നു, അല്ലെങ്കിൽ തുർക്കികളുടെ കൈവശമായിരുന്നു ഇസ്രയേൽ ആയിരുന്നത്. 1917 മുതൽ 1948 വരെ ഇസ്രയേലിന് പരമാധികാരം, അല്ലെങ്കിൽ മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രയേൽ, ആധുനികമായിട്ടുള്ള നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകൃതമാകുന്ന സമയം വരെ ഇസ്രയേലിനെ കൈവശം വെച്ചിരുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. 1948 മുതൽ നമ്മൾ വസിക്കുന്ന 2026 വരെയുള്ള വർഷങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇസ്രയേൽ ഇപ്പോഴും നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. എക്സിസ്റ്റൻഷ്യൽ വാറുകൾ എന്ന് പറയുന്ന യുദ്ധങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ അവർ ആയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ അറിയുന്ന വിഷയമാണ്. 1956 യുദ്ധം, 1967 6 ദിവസം നീണ്ട യുദ്ധം, 1973 യോം കിപ്പൂർ യുദ്ധം, അങ്ങനെ എത്രയോ യുദ്ധങ്ങൾ, ഇപ്പോഴും അനേക യുദ്ധങ്ങൾ, ഹമാസ് യുദ്ധങ്ങൾ, അങ്ങനെ പല യുദ്ധങ്ങളിലൂടെ ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ 2 രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന ഒരു റെസൊല്യൂഷനിലേക്ക് ഇസ്രയേൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ പാർക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത്. അത് നമ്മൾ വാർത്തകളിലൂടെ അറിയുന്ന ഒരു കാര്യമാണല്ലോ. പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ അനുസരണക്കേട് എന്ന് പറയുന്ന ഒരു വിഷയമാണ്. ഇസ്രയേൽ അനുസരണം കെട്ട ഒരു ജനതയാണെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവം അവരോട് പറഞ്ഞ ആ ഒറിജിനൽ കവനന്റിൻ്റെ, അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന വേറിട്ട ജനം, രാജകീയ പുരോഹിത ജനം, വിശുദ്ധ ജനമാകുന്നതിനു വേണ്ടി, വിശേഷ ജനമാകുന്നതിനു വേണ്ടിയുള്ള ആ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോയ ഒരു ഇസ്രയേലിനെയാണ് നമ്മുടെ മുൻപിൽ നമ്മളിപ്പോൾ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ആ ഒരു കവനന്റിൻ്റെ ആ റെസ്പോൺസിബിലിറ്റിയിലേക്ക് അവർ എന്ന് മടങ്ങി വരുന്നു, ആ ഉത്തരവാദിത്വത്തിലേക്ക് അവർ എന്ന് വരുന്നു, അന്ന് മുതൽ അവർക്ക് ആ കവനന്റിൻ്റെ അല്ലെങ്കിൽ ആ നിയമത്തിൻ്റെ
പ്രിവിലേജസ്, സവിശേഷമായിട്ടുള്ള അവകാശങ്ങളും അനുവാദങ്ങളും അനുഗ്രഹങ്ങളും അവർക്കുണ്ടാകും. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു സൈനിക ബലമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അവർ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സമർപ്പണമല്ല അത് അവർ നടത്തുന്നതെന്നും നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇസ്രയേൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സ്വസ്ഥതയില്ലാത്തത്? എന്ത് കാരണത്താലാണ് അവർ ഇപ്പോഴും ആ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുന്നത്? ഇസ്രയേൽ അത് കടന്നു പോകുന്നതിന് അവർ മറ്റ് രാജ്യങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനു മുമ്പ് അവരെ കീഴ്പ്പെടുത്തിയ ബാബിലോണിയരെയോ അശ്ശൂര്യരെയോ അറബികളെയോ മാംലൂക്കുകളെയോ അല്ലെങ്കിൽ ഓട്ടോമൻ സാമ്രാജ്യത്തെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇസ്രയേൽ അതാണ് ചെയ്യുന്നത്. അവർ മറ്റുള്ള രാജ്യങ്ങളെ അവരുടെ ശത്രുക്കളായി കാണുകയും എന്നാൽ അവർ ചെയ്യേണ്ട സമർപ്പണത്തിലേക്ക് അവർ വരാതിരിക്കുകയും ചെയ്യുന്നതാണ് ഇസ്രയേലിൻ്റെ മേൽ ദൈവം കാണുന്ന രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. അതിനെ ഇസ്രയേലിൻ്റെ അനുസരണക്കേട് അല്ലെങ്കിൽ ദ ഡിസൊബീഡിയൻസ് ഓഫ് ഇസ്രയേൽ എന്നുള്ളൊരു ടൈറ്റിലാണ് അല്ലെങ്കിൽ ആ ഒരു പഠന വിഷയത്തിലാണ് നമ്മൾ അതിനെ പഠന വിധേയമാക്കുന്നത്. ഇസ്രയേലിൻ്റെ ഏകദേശം കഴിഞ്ഞ 2500 വർഷങ്ങളെ നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ കുറഞ്ഞത് ലോകത്തിലെ ശക്തന്മാരായിട്ടുള്ള ഏകദേശം 14 രാജ്യങ്ങൾ ഇസ്രയേലിനെ അടയ്ക്കുവാണ്ടിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ 2500 വർഷത്തെ ആ ഒരു കാലയളവ് നമ്മളൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ്രയേൽ സ്വസ്ഥത അനുഭവിച്ച വർഷങ്ങളെന്ന് പറയുന്നത് വളരെ ചെറിയൊരു പീരീഡാണ്. വളരെ ചുരുക്കമുള്ള ഒരു കാലയളവിൽ മാത്രമേ ഈ 2500 വർഷങ്ങളുടെ ഇടയിൽ അവർക്കൊരു സോവറിൻ നേഷനായി അല്ലെങ്കിൽ ഒരു പരമാധികാര രാജ്യമായി അല്ലെങ്കിൽ യഹൂദന്മാർ ഇസ്രയേലിനെ ഭരിക്കുന്ന യഹൂദന്മാരുടെ നിയന്ത്രണത്തിൽ മാത്രമായിരിക്കുന്ന ഒരു ഇസ്രയേലിനെ അവർക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധ്യമായുള്ളൂ. ഇതൊക്കെ ദൈവം അവരോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഒരു കവനന്റ് അൺകണ്ടീഷണലാണ്. അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ളതല്ല. എന്നാൽ ആ കവനന്റിനെ ദൈവം ബ്രേക്ക് ചെയ്യുകയില്ല. അത് ഇറ്റേണൽ കവനന്റ് ആണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രയേലിനെ ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നാൽ അവർ ആ ദൈവികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അതിൻ്റെ നിബന്ധനകളിൽ നിന്ന് മാറുന്ന സമയം അവർക്ക് പണിഷ്മെന്റ് ഉണ്ടാകും. എന്നാൽ അതിനുള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ദൈവത്തിൻ്റെ പ്രൊവിഷൻസ് അനുഭവിച്ച വേറൊരു ജാതിയില്ല. മരുഭൂമിയിലൊക്കെ ആയിരുന്ന സമയത്ത് അവരെ ഫീഡ് ചെയ്യുന്നതിന് വേണ്ടി ദൈവം കാടപക്ഷിയെ അയച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് മന്നയെന്ന് പറയുന്ന ഭക്ഷണത്തെ ഇറക്കി ദൈവം അവരെ പുലർത്തിയതാണ്. ദൈവം അവരുടെ മുൻപിൽ അഗ്നിത്തൂണായി മേഘസ്തംഭമായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത കാലഘട്ടങ്ങളാണ് ഇസ്രയേലിന് പറയുവാനുള്ളത്. അത്ഭുതങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ടുള്ള വളരെ വലിയ അത്ഭുതങ്ങൾ. അനേക സാമ്രാജ്യങ്ങളെ തകർത്ത് ദൈവം അവർക്ക് അവരുടെ രാജ്യം തിരികെ നൽകിയിട്ടുണ്ട്. അവരുടെ ആലയം തകർക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആലയത്തെ തിരികെ നൽകിയതൊക്കെ അത്ഭുതത്തിൻ്റെ കഥകളാണ്. എത്രയോ പ്രവാസികളായിട്ടുള്ള യഹൂദന്മാർ ബാബിലോൺ രാജ്യങ്ങളിലൊക്കെ പോയി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ദാനിയേലിൻ്റെ കാര്യമാണ് പറയുന്നത്. എത്രയോ മഹനീയമായിട്ടുള്ള സംഭവങ്ങൾ. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂപ്രദേശവും ലോകത്തിൽ ഒരിടത്തും ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഒത്തിരി അനുഗ്രഹങ്ങൾ ഇസ്രയേലിന് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അനേക ശാപങ്ങൾ അല്ലെങ്കിൽ പണിഷ്മെൻറ്റുകൾ അവർ ഉടനടി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം സംഭവിച്ച കാര്യമാണ്. അനുഗ്രഹം അവരുടെ ക്യാമ്പിൽ വന്ന ആ ദിവസം തന്നെ ഒരു വലിയ പണിഷ്മെൻറ്റ് അവരുടെ ജീവിതത്തിൽ വന്നു. എപ്പോഴൊക്കെ ഇസ്രയേൽ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദൈവം അവരെ പണിഷ്മെൻറ്റിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. ഉദാഹരണം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിലാണ്. അവിടെ നടക്കുന്ന സംഭവം മരുഭൂമിയിലാണ്. അവിടെ ഇസ്രയേലിന് ഭക്ഷണമില്ലാതെ ഇരുന്ന ഒരു സമയത്ത് ദൈവം അവർക്ക് കാടപ്പക്ഷിയും മന്നയും ഒക്കെ നൽകുന്ന ഒരു സമയമാണ്. ആ ഒരു സംഭവത്തെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അനന്തരം യഹോവ അയച്ച ഒരു കാറ്റൂതി കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്ന് പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്തോട് ഏകദേശം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. ജനം എഴുന്നേറ്റ് അന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും പിറ്റന്നാൾ മുഴുവനും കാടയെ പിടിച്ചുകൂട്ടി. കുറച്ച് പിടിച്ചവൻ 10 പറ പിടിച്ചുകൂട്ടി. അവർ അവയെ പാളയത്തിൻ്റെ ചുറ്റിലും ചിക്കി. എന്നാൽ ഇറച്ചി അവരുടെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ അത് ചവച്ചിറക്കും മുമ്പേ തന്നെ യഹോവയുടെ കോപം ജനത്തിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ ജനത്തെ ഒരു മഹാബാധ കൊണ്ട് സംഹരിച്ചു. ഒരൊറ്റ ദിവസം സംഭവിച്ച കാര്യമാണ്. അവർ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ആ ദൈവം നൽകിയ പ്രൊവിഷൻ അവരുടെ വായിലിരിക്കുമ്പോൾ തന്നെ പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ വിട്ടുപോന്ന മിസ്രൈമിനെ ഓർത്ത് കംപ്ലൈൻറ്റ് ചെയ്യുവാനായിട്ട് തുടങ്ങി. ദൈവം അന്ന് തന്നെ അവരെ സംഹരിച്ച ഒരു കഥയാണ് പറയുവാനുള്ളത്. അപ്പോൾ നോക്കുക, ഇതിന് തുല്യമായിട്ടുള്ള അനേക കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അതായത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു നിൽക്കുമ്പോൾ തന്നെ അവർ ദൈവത്തോട് മറുതലിക്കുന്നു, പെറുവിറുക്കുന്നു. അപ്പോൾ തന്നെ ദൈവം അവരെ ശിക്ഷിക്കുന്നു. ഇത് തുടർന്നുകൊണ്ട് വരുന്ന ഒരു സൈക്കിളാണ്.
ഇസ്രയേലിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ കവനന്റിനെയും ഇസ്രയേലിൻ്റെ അനുസരണക്കേടിനെയും, അതായത് ഇസ്രയേലിൻ്റെ മത്സരത്തെയും, ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഈ ഒരു കാര്യത്തിലൂടെ ഇസ്രയേൽ കടന്നു പോകുവാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായി. എന്നാൽ കഴിഞ്ഞ 2000 വർഷമായി ഇസ്രയേൽ മറുതലിച്ച് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു വിഷയമുണ്ട്. അതെന്ന് പറയുന്നത് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച സമയത്ത്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ മശിഹയായി ഭൂമിയിൽ യേശുക്രിസ്തു പിറന്നു വീണ സമയത്ത് യേശുക്രിസ്തുവിനെ അവർ അംഗീകരിച്ചില്ല. യേശുക്രിസ്തുവിനെ മറിച്ച് അവർ ഒരു രാജ്യമായി ക്രൂശിലേറ്റി എന്നുള്ള ഒരു വലിയൊരു കുറ്റം തന്നെയാണ്. അതാണ് ഇസ്രയേൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ചും ഏറ്റവും വലിയ അനുസരണക്കേട് എന്ന് പറയുന്നത്. ആ ഒരു അനുസരണക്കേട് നമ്മുടെ മുൻപിൽ നിന്ന് മാറുവാനായി പോവുകയാണ്. ഇസ്രയേൽ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാനായി പോവുകയാണ്. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കുവാനായി പോവുകയാണ്. അവർ യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തുവാനായി പോവുകയാണ്. അവർ മശീഹയായി യേശുവിനെ അംഗീകരിക്കുവാനായി പോവുകയാണ്. അവർ ആ ഒരു കവനന്റിലേക്ക് തിരികെ വരുവാനായി പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ ലഭ്യമാകുന്ന കൃപായുഗത്തിൽ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സമയത്ത് കൃപായുഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നാം ആസ്വദിക്കുന്ന ഈ സമയത്ത് തന്നെ, വിശ്വാസത്താൽ ദൈവത്തിൻ്റെ മക്കളായി നാം മുന്നേറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ, അതെ, നമ്മുടെ മുൻപിൽ ഈ കാലഘട്ടത്തിൻ്റെ അവസാനം നമ്മൾ കാണുവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ ജനത ഒരുമിച്ച് യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ കാണിച്ച അനുസരണക്കേടിനെ അവർ റിവൈസ് ചെയ്യുവാനായി പോവുകയാണ്. അതേ, യേശുക്രിസ്തുവിനെ ഇസ്രയേൽ ജനം അംഗീകരിക്കുവാനായി പോവുകയാണ്. അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ അവർ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലെ അനുഗ്രഹത്തിലേക്ക് അവർ മടങ്ങി വരികയാണ്. ആ അനുഗ്രഹം എന്ന് പറയുന്നത്, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിൽ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇസ്രയേൽ ജനത ഈ ഒരു അനുഗ്രഹത്തിലേക്ക് വരുന്ന സമയത്ത് യഹൂദന്മാർ മാത്രമല്ല ആ ഒരു കവനന്റിലേക്ക് പ്രവേശിക്കുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ നിയമത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച നാം ഓരോരുത്തരും രാജകീയ പുരോഹിത വർഗമായി, വിശുദ്ധ വംശമായി, സ്വന്തം ജനമായി യേശുക്രിസ്തുവിനോട് കൂടെ, മശിഹയോട് കൂടെ, യഹൂദന്മാരോട് കൂടെ ഈ ഭൂമിയിൽ വാഴുന്ന മഹനീയമായ ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രയേലിൻ്റെ അനുസരണക്കേട് നമ്മളുടെ അനുഗ്രഹമായി തീർന്നു. അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ അനുസരണം നമ്മുടെ വീണ്ടെടുപ്പിനും കാരണമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നല്ല വീണ്ടെടുപ്പുകളുടെ അധ്യായങ്ങളും ദിവസങ്ങളുമാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. ആകയാൽ പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരുന്ന് മുന്നേറാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശുവിൻ